നമസ്കാരം. എറണാകുളത്താണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എറണാകുളം ജംഗ്ഷൻ്റെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. 8 മണിയാകുമ്പോൾ ഇവിടെ എത്തിയതാണ്. ഇതിന്റെ അൺറിസർവ്ഡ് കോച്ചാണിത്. ആദ്യം ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും കൺഫ്യൂഷൻ ആയല്ലേ. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ പറയുക, ഇതാണ് നമ്മൾ പോകേണ്ട വണ്ടി കരുതിയത്. പക്ഷെ അതിനകത്ത് ജസ്റ്റ് കയറി നോക്കിയപ്പോഴാണ് എല്ലാം അങ്ങ് മാറി മറിഞ്ഞത്. കാരണം ഇതിനിപ്പോ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ ക്ലീനൊക്കെ ചെയ്യാൻ കൊണ്ടുപോകണം. മൊത്തത്തിൽ വൃത്തികേടാണ്, കാരണം ലോങ്ങിന്ന് വന്ന വണ്ടിയാണല്ലോ. അപ്പോൾ ഇതില് പെട്ടെന്ന് കയറിയവരെല്ലാവരും ഇറങ്ങി, കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മിനിയാന്ന് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ പുറപ്പെട്ട വണ്ടിയാണ്. ഇവിടെ രാവിലെ 8 മണിക്ക് എത്തിയ വണ്ടി. ഇനിയിപ്പോൾ ഇത് എന്താ മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുപോകും. ഇന്നലെ ഇവിടെ എത്തിയ വണ്ടിയാണ് ഇനി നമുക്ക് പോകുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ സീറ്റിന് വേണ്ടി കയറി ഇരുന്നതാണ്. മിക്കവാറും നമ്മുടെ വണ്ടി 3 പുറപ്പെടാനായിരിക്കും ചാൻസ്. കാരണം ഈ വണ്ടി മിക്കവാറും ഇപ്പോഴും എടുക്കും തോന്നുന്നില്ല അല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോവാം. ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതന്നെയാണോ മംഗള? ശരിക്കും ഇതന്നെയാണോ മംഗള? പക്ഷെ ഈ മംഗളയല്ലല്ലോ ആ മംഗള അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു അല്ലേ? ഇതിലൊന്നും കയറാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ എന്തോരാ, ഒന്നും വൃത്തിയാക്കിയില്ലല്ലോ. ഇതിലെ കൂടെ പോകുമ്പോ തന്നെ സ്മെല്ല് നല്ല രീതിയിലുണ്ട്. സമ്പർക്രാന്തി പ്ലാറ്റ്ഫോം നമ്പർ 3 ഇതാ എറണാകുളം ജംഗ്ഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഷണ്ട് ചെയ്ത് വരികയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട മംഗള, ഇത് പുതിയ മംഗള. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറാണ്, S6. ഈ ഒരു കോച്ചാണ്. പിന്നെ നേരെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ പോവാം. മംഗള എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് 2 അൺറിസർവ്ഡ് കോച്ചാണുള്ളത്, ഒന്ന് മുന്നിലും ഒന്ന് പുറകിലും. പിന്നെ 7 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 6 തേർഡ് AC, 2 സെക്കൻഡ് AC. ഫസ്റ്റ് AC ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ നമ്പറൊക്കെ വരുന്നത് 126-17, തിരിച്ചു വരുമ്പോൾ 126-18. നമ്മൾ ട്രാവൽ ചെയ്യുന്ന S6 കോച്ച് ഇതാണ്. ഇനിയിപ്പോൾ നേരെ അതിൻ്റെ അകത്തോട്ട് കയറാം. ആരും വന്നിട്ടില്ല, നമ്മൾ 2 പേര് മാത്രമാണ് ആദ്യം. നല്ല വൃത്തിയാണ് ഈ ഒരു ഭാഗത്തെല്ലാം. നമ്മുടെ ബെർത്തുള്ളത് ഇവിടെ തന്നെയാണ്. 6 അപ്പർ, 3 അപ്പർ. ഈ 2 ബർത്ത് എടുക്കാൻ വലിയ റീസൺ ഉണ്ട്. എന്താ അറിയോ, ഞങ്ങൾ കറണ്ട് ബുക്കിങ്ങിൽ എടുത്തതാണ്. കറണ്ട് ബുക്കിങ്ങിൽ എടുത്തപ്പോൾ സൈഡിൽ ഓവറാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. സൈഡിൽ ഓവർ ഉണ്ടായിരുന്നു. ഈ ഒരു കോച്ചിൽ തന്നെ അങ്ങ് അവിടെ എവിടെയോ ഒരു 2 സൈഡിൽ ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ സൈഡിൽ ഓവർ എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലില്ല, സൈഡ് അപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അപ്പറിലുള്ള വ്യക്തി താഴെ വന്നിരുന്ന മൊത്തത്തിൽ ഷോക്കാവും. കാരണം നമുക്ക് 2 പേർക്കും നല്ല രീതിയിൽ ഇരിക്കണം. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന അടിപൊളി കോച്ചാണ് കേട്ടോ. നല്ല വൃത്തിയാണ് എല്ലായിടത്തും. നമുക്ക് ഈ ഡൽഹിയിലേക്കെല്ലാം പോകുമ്പോൾ ഈ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഈ കോച്ചിൻ്റെ വൃത്തിയും അതുപോലെ ചാർജിങ് സോക്കറ്റുകളൊക്കെ എത്ര ഉണ്ടെന്നാണ്. ഞങ്ങൾ പല വീഡിയോയിലും ചാർജിങ് സോക്കറ്റുകളുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതൊക്കെ എല്ലാ ട്രെയിനിലും ഉള്ളതല്ല. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ 3 ചാർജിങ് പോയിൻ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ സൈഡ് അപ്പറിലേക്ക് വരുമ്പോൾ അവിടെ ഇല്ല, സൈഡ് ലോവറിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇതൊരു മൺസൂൺ ടൈമിംഗ് ആണല്ലോ. അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മംഗള എക്സ്പ്രസ് പുറപ്പെടുന്നത് രാവിലെ 10:30. അപ്പോൾ 10:30 4 മണിക്കൂർ മുന്നേ 6:30 ഇതിൻ്റെ ഫസ്റ്റ് ചാർട്ട് പുറപ്പെടാൻ വന്നത്. ആ സമയത്താണ് നമുക്ക് ഇതിലത്തെ വേക്കൻറ്റ് ബർത്തുകളൊക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ നീലേശ്വരത്തേക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 അപ്പർ ബർത്ത് കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിക്ക് നോക്കുന്ന സമയത്ത് ഇത് റിഗ്രറ്റ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ നാളെ രാവിലെ ഇനി കറണ്ട് കിട്ടുമെന്ന്. എന്തോ ഭാഗ്യത്തിന് കറണ്ട് കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നീലേശ്വരം വരെ ഒരാൾക്ക് വന്ന സ്ലീപ്പറിന്റെ ചാർജ് 255 രൂപയാണ്. നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 985 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മംഗള എക്സ്പ്രസ്സിലും അതുപോലെ നിങ്ങൾ ഈ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ വലിയ പെട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവിടെ ഈ ഒരു കൊളുത്ത് കണ്ട, ഇതിൽ കൊളുത്തി വെക്കാം. നിങ്ങളിതിൽ വലിയൊരു ഇതുണ്ടാവുമല്ലോ, ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാവുമല്ലോ, ആ ഒരു ചങ്ങല പോലത്തെ സാധനം,
അത് ബാഗിലും ഇതിലും ലോക്ക് ചെയ്ത് വെച്ച് ഇവിടെ സെക്യൂറായിട്ട് വെക്കാം. അല്ലാതെ വെറുതെ കൊണ്ടുപോയി നമ്മുടെ ഈ ഒരു ലോവർ ബർത്തിൻ്റെ അടിയിലേക്ക് വെക്കരുത്, ആൾക്കാർക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ടാവാം. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ എത്രയോ സെക്യൂർ ആണ്. ഇവിടെ ഈ ഒരു സൈഡിൽ ഓവറിൻ്റെ ഇവിടെ വരെ അത് അവൈലബിൾ ആണ്. അങ്ങ് അതുവഴി അതാ മെട്രോ പോവുകയാണ്. അതാ വേറൊന്നും കൂടെ വരുന്നതാ. ഇവിടെ ഇല്ല ഈ വണ്ടി ഏതാണെന്നറിയാം? എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മില്ലേനി എക്സ്പ്രസ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് ഈ ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് സർവീസ് ഉണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12617 എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 10:30 പുറപ്പെടും. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 12617 एर्नाकुलम से निजामुद्दीन तक जाने वाली मंगला लक्षद्वीप सुपरफास्ट एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 3 से 10:30 पर रवाना होगी. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. കൊച്ചുവേളി ചണ്ഡീഗഡ് സമ്പർക്രാന്തി എക്സ്പ്രസ്. അതും ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടി തന്നെയാണ്. ഇവിടെ ഇത് നമ്മുടെ മംഗള. നമ്മുടെ ലോക്കോമോട്ടീവ് വരുന്നത് തുഗ്ലക്കാബാദിൻ്റെ WP7 ആണ്. അതുപോലെ തന്നെ ഇത് അങ്ങ് ഡൽഹി വരെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതാ മംഗള എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നെയിം ബോർഡ്. എന്തൊരു ഹൈറ്റാന്ന് നോക്കിയതാ. അങ്ങനെ ഒരു ലോക്കോ കാണാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നതാ. ഇപ്പം നേരെ നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 10:30 തന്നെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. എറണാകുളത്തിനും ഹസ്രത്ത് നിസാമുദ്ദീനും ഇടയിൽ ഈ ട്രെയിനിന് 46 സ്റ്റോപ്പുകളാണുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് നീലേശ്വരത്തേക്കാണല്ലോ. അപ്പോൾ നീലേശ്വരത്തിനും എറണാകുളത്തിനും ഇടയിൽ 15 സ്റ്റോപ്പുകളാണുള്ളത്. മൺസൂൺ സമയത്ത് ഇത് രാവിലെ 10:30 പുറപ്പെടല്. അല്ലാത്ത സമയങ്ങളിൽ ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് 1:25 എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണിത്. ഇവിടെയാണ് കർണാടക വണ്ടികളൊക്കെ നിർത്തിയിടുന്നത്, ഐരാവതൊക്കെ. ബാക്കി നോർമൽ വണ്ടികളൊക്കെ അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. തമിഴ്നാട് വണ്ടികളാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. SCTC. കോട്ടയം, കോഴിക്കോട്, മൂന്നാർ, കോതമംഗലം, തൊടുപുഴ. വണ്ടി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വിട്ടല്ലോ. ട്രെയിനിൻ്റെ അകത്തൊന്നും അധികം ആൾക്കാരേ ഇല്ല. നമ്മുടെ കോച്ചിൻ്റെ ഒരു കാഴ്ച ഇതാണ്, ആരും തന്നെ ഇല്ല ഇവിടെ. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ വേലിയിലൊക്കെ ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നു, ചാട്ട് നോക്കിയ സമയത്ത് അവർക്ക് ഉണ്ടല്ലോ മഡ്ഗാവ് ഹസ്രത്ത് നിസാമുദ്ദീനാണ്. അപ്പൊ അതുവരെ പോക വരെ ഇത് വേക്കൻ്റ് ആണല്ലോ. അതാണ് നമുക്ക് കറണ്ട് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ താഴെ വേക്കൻ്റ് ഉണ്ടായതൊക്കെ ബുക്ക് ചെയ്തവർ ഇപ്പോൾ ആലുവയെന്നോ തൃശ്ശൂരിന്നൊക്കെ അവർ കയറുമായിരിക്കും. സമയം 10:57. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ നിന്ന് ഇനിയിപ്പോൾ നല്ല തിരക്ക് വരും. ആലുവ അൺറിസർവ്ഡിലേക്ക് കയറേണ്ടവരുടെ തിരക്കാണ്. ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ് ഇത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ജനറലിന് വേണ്ടിയിട്ട് ഓടുന്നവരാണിത്. നല്ല തിരക്ക് തന്നെയാണ്. നമ്മുടെ കോച്ചിലേക്ക് വിടുന്ന അധികം ആൾക്കാരൊന്നും കയറില്ല കേട്ടാ. ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ഇങ്ങനെ ആരും കയറാതെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യായിരുന്നു. ഒരാളുടെ ശല്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇത് അപ്പർ പുറത്തിനൊക്കെ നോക്കിക്കൊണ്ട് താഴെ ലോവറിൽ കിടക്കുകയാണ്. അത് തൃശ്ശൂരിന് ഷൊർണൂരത്ത് മന്ദാനം വരും, അതുവരെ കിടക്കാലോ. തൃശ്ശൂരെത്താനായി. അപ്പോഴത്തേക്ക് ഇതാ നല്ല മഴ വന്നു.
സമയം 11:50. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 12:02 എത്തേണ്ട ട്രെയിനാണ്. ബിഫോർ ടൈം, നേരത്തെ എത്തി. തൃശ്ശൂർ പേരൂർ ഇവിടെയും ജനറലിന് നല്ല തിരക്കുണ്ടാവും. ഇവിടെ ഇനിയിപ്പോൾ നമ്മളെ വണ്ടി ഒരുപാട് നേരം നിൽക്കും. പിന്നെ ഇവിടെ തന്നെ മീൻകറി ഊണെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല. ഷൊർണൂരൊക്കെ എത്തിയ ശേഷം പതിയെ വാങ്ങിക്കാമെന്ന് കരുതി. കാരണം ഇപ്പോൾ എത്ര സമയത്തല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ 3 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് വരുന്നത്. പക്ഷേ ഇത് നേരത്തെ എത്തിയല്ലോ. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വണ്ടിയുണ്ട്, നമ്മുടെ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്. അതവിടെ ഉണ്ട്. അല്ല, അത് അവിടെ നിന്ന് എടുത്തു. ധൻബാദ് ആലപ്പുഴ. ഈ ട്രെയിനിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീപ്പർ അവോയ്ഡ് ചെയ്യുക, AC മാത്രം എടുക്കുക. നല്ല പച്ചപ്പ്. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. നല്ലൊരു വ്യൂ അല്ലേ? ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. ക്ഷേത്രക്കുളമാണ് ഇവിടെ. ട്രെയിനിപ്പോൾ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 12:34 ആയതേ ഉള്ളൂ. ഷൊർണൂരിൽ 12:55 എത്തേണ്ടത്. 4 കിലോമീറ്ററേ ഉള്ളൂ. മിക്കവാറും ഇവിടെ വണ്ടി കൊണ്ട് നിർത്തും, കാരണം ബിഫോർ ടൈം ആണല്ലോ. ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്, മുംബൈ ലോകമാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി. അത് ഈ ട്രാക്ക് വഴി ഇപ്പോൾ വരും. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിനെ പറ്റി ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1973. അന്ന് ഈ പറഞ്ഞ പോലെ എറണാകുളം അസ്ർ നിസാമുദ്ദീൻ ട്രെയിനല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ പേരും മംഗള ലക്ഷദ്വീപ് എന്നല്ല. അന്ന് ഈ വണ്ടി എന്ന് വെച്ചാൽ മംഗലാപുരത്ത് നിന്ന് നേരെ പാലക്കാട് വഴി നമ്മുടെ ഡൽഹിയിലേക്കുള്ള ഒരു സർവീസ് വണ്ടിയാണ്. അതിൻ്റെ പേര് ജയന്തി ജനതാണ്. കാരണം സ്ലിപ്പായിട്ട് പോകുന്നൊരു വണ്ടിയാണ്. കാരണം കർണാടകയിൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് ഉണ്ടായത്. പിന്നീട് 1993 ഈ പറഞ്ഞ സ്ലിപ്പ് ഒഴിവാക്കുകയും ഈ വണ്ടി സ്വന്തമായിട്ട് തന്നെ ഓടി തുടങ്ങുകയും ചെയ്തു. അത് മംഗലാപുരത്തേക്ക്. പിന്നീട് 1998 നമ്മുടെ കൊങ്കൺ റെയിൽവേ വന്ന സമയത്ത് വണ്ടി ഡൽഹിയിൽ നിന്ന് നേരെ മംഗലാപുരത്തേക്ക് സർവീസ് ചെയ്യണ്ടേ. നമ്മുടെ ഈ പറയുമ്പം മംഗള ലക്ഷദ്വീപ് എന്ന പേരും കൂടെ പറയണമല്ലോ. ഈ മംഗലാപുരത്തേക്ക് ആ ട്രെയിൻ സർവീസ് അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് എന്താ പറയുക, മംഗളാദേവി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് മംഗലാപുരത്ത്. അപ്പോൾ ആ ട്രെയിൻ മംഗള എന്നുള്ള പേര് കിട്ടി. പിന്നെ ബാക്കി വരുന്ന ലക്ഷദ്വീപ്. പിന്നീടാണ് ഈ വണ്ടി മംഗലാപുരത്ത് നേരെ എറണാകുളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എറണാകുളത്ത് എന്ന് വെച്ചാൽ തൊട്ടടുത്താണല്ലോ ഇനി പറഞ്ഞ
കവരത്തി, നമ്മൾ ലക്ഷദ്വീപൊക്കെ വരുന്നു, കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ അവിടുത്തെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചിയിൽ വന്നിട്ട് ഈ ട്രെയിനായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മംഗള ലക്ഷദ്വീപ് എന്നൊരു പേര് നൽകിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2023 ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായി. ആ വീഡിയോയിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വള്ളത്തോൾ നഗർന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ ഒരു വണ്ടി വരും, വന്ദേ ഭാരത് സ്പെഷ്യൽ. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് ഒന്നാം വന്ദേ ഭാരത്. രാവിലെ 5:30 അവിടുന്ന് പുറപ്പെട്ട ട്രെയിനാണ്. 2 മണിയൊക്കെ ആകുമ്പം എറണാകുളത്തെത്തും. ഭാരതപ്പുഴ. അത്യാവശ്യത്തിന് നല്ല വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നേരെ ഷൊർണൂരേക്കുള്ള ഒരു ടേണിംഗ് ആണ്. ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. WDG4. എവിടെയായിരിക്കും പ്ലാറ്റ്ഫോം നോക്കാം. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. സമയം 12:56. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 7 ഇത് വേണാട് എക്സ്പ്രസ്. പഴംപരി വട. നമുക്ക് ഇവിടുന്ന് 2 ഊണ് വാങ്ങിക്കാം. നല്ല മഴ. ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് 2 മീൻകറി ഊണാണേ. ഇവിടെ പ്രൈസൊക്കെ ചെയ്തിട്ടുണ്ട്. 120 രൂപയാണ് ഒരു ഊണിനായത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തൈരുണ്ട്, 2 തൈരും കിട്ടും, പിന്നെ മീൻകറിയും കിട്ടും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു മീൻ ഫ്രൈയും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിക്കും. ചിക്കൻ ബിരിയാണി വേണ്ടല്ലോ നവി. ട്രെയിനിൽ തന്നെ പാൻട്രി ഉണ്ട്. നമ്മൾ പൂർണ്ണമായി അത് ഒഴിവാക്കിയത്. പിന്നെ ചിക്കൻ ബിരിയാണി പുറത്ത് കിട്ടും, അത് കിട്ടും. നമ്മൾ മീൻകറി ഊണ് വാങ്ങാൻ തന്നെ കരുതി. നവി അങ്ങനെ മീൻകറി ആ ഒരു ചോറിലേക്ക് ഒഴിക്കുകയാണ്. മീൻ ഇതാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് തോരനായിട്ട് ഇത് നമ്മുടെ ഇതാണ് കായാണ്. അതുപോലെ തന്നെ തൈരൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ കഴിച്ചു കഴിയാം അല്ലേ. ഒരു അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ്. സമയം ഇപ്പോൾ 1:30. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പുറകിലൊരൊറ്റ ജനറൽ മാത്രമേ ഉള്ളൂ. നല്ല തിരക്കാണ്. ഇവിടെ തൂങ്ങിയത്. സമയം 1:50. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നൊരു കാഴ്ചയാണ്. ട്രെയിനെ മുഴുവനായിട്ട് കാണാം. നല്ല രീതിയിലുള്ള വളവാണ്.
സമയം 2:08 തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരൂർ തിരൂരിൽ നിന്ന് അൺറിസർവ്ഡിൽ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കോഴിക്കോട് നിന്നാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ തുടങ്ങുക. അയ്യോ, അവിടെ നിന്നാണ് നല്ല തിരക്ക് വരിക. ഇപ്പം തന്നെ ഓൾറെഡി ഫുള്ളായി, അത് വേറെ കാര്യം. സമയം 2:23 പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. ഈ നമ്മുടെ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് TT സ്ലിപ്പ് എഴുതി കൊടുക്കും. അതായത് അതിൻ്റെ എത്രയാണോ സ്ലീപ്പറിലേക്ക് മാറുമ്പോൾ ആ ഒരു ഫെയർ അത് എഴുതി കൊടുക്കും. നമ്മൾ സ്ലീപ്പറിൽ ബെർത്ത് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് TT അങ്ങനെ സ്ലിപ്പ് എഴുതി കൊടുക്കുക. പിന്നെ ഇപ്പോൾ സ്ലിപ്പ് ഉണ്ട് അവർക്ക് കൊടുക്കും. പണ്ടൊക്കെ നമുക്ക് ലിക്വിഡ് മണി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ വന്നിട്ട് നമുക്ക് ഗൂഗിൾ പേ, Paytm വഴിയൊക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് തന്നെ TTക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ വേക്കൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ലീപ്പർ കയറാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ TT പറയും നേരെ ജനറലിലേക്ക് പോയിക്കോളും. സമയം 2:37 ഫെറോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ാണ് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കല്ലായിപ്പുഴ കഴിഞ്ഞ് കോഴിക്കോടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ തന്നെയാണ്. സമയം 2:52 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നത്. യാത്രികർ കൃപയാ ध्यान दें, गाड़ी संख्या 2, 6, 1, 7 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇവിടുന്ന് ഇപ്പം ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ് പോയതേ ഉള്ളൂ. അവിടെ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അതിലേക്കാണെങ്കിൽ ഒരു 1000 ആൾക്കാർ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതാ ഇതിലോട്ടും കയറുന്നുണ്ട്. എല്ലാ കോച്ചിലോട്ടും കയറുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ല മംഗളേൻ്റെ തിരക്ക്. നോൺ മൺസൂൺ സമയത്ത് വൈകുന്നേരമാണെന്നുണ്ടോ ഈ പറഞ്ഞ നമ്മൾ ജനറലും സ്ലീപ്പറായിട്ട് ഭയങ്കര തിരക്ക്. ഇതും ആ സമയത്ത് ഇതും ഇതിൻ്റെ പിറകെയാണ് നേത്രാതി വരുന്നത്. എല്ലാത്തിനും ഭയങ്കര തിരക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ജനറലിൻ്റെ ആ ഭാഗത്ത് തിരക്കാണ്ട. സമയം 3:22 കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തി. 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. എടുത്തു. നല്ല രീതിയിൽ ചേർത്തുന്നുണ്ട്. ഇത് LHP കോച്ചായതുകൊണ്ട്. അടുത്തത് വടകര. ട്രെയിനിപ്പോൾ 100 km/h സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. വടകരയിലേക്കൊരു 14 കിലോമീറ്റർ കൂടി ഉണ്ട്. സ്പീഡ് കുറഞ്ഞു. സമയം 2:47 വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകരയിൽ
ജനറിന് വേണ്ടി ഓടുന്നവരുടെ തിരക്കാണ് ഇന്ന് അവിടെ കാണുന്നത്. നല്ല റഷാണ്. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല. ജനറലിൻ്റെ അവിടെ ഉള്ള തിരക്കുണ്ട്. അതായത് ആ ഒരു S7 കയറിയ ആൾക്കാരെ മാറ്റിയായിരുന്നു. സമയം 4:13. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയിൽ ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു കാഴ്ചയാണ്. ഒരുപാട് തുരുത്തുകളാണ് ഈ ഒരു ഭാഗത്ത്. നല്ല ഭംഗിയല്ലേ കാണാൻ. സമയം 4:33. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇത് കണ്ണൂർ ഷൊർണൂർ മെമു. വളപട്ടണം റിവർ. സമയം 4:55. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമ്മുടെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഈ ഒരു ട്രെയിൻ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോയെന്ന്. വലിയ പ്രശ്നമില്ലാന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ 3rd AC സെക്കൻഡ് AC 3rd AC എക്കണോമി എടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ചുകൂടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. AC എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. പിന്നെ ചൂട് അതൊന്നും ഉണ്ടാവില്ലല്ലോ. തണുപ്പ് കാലത്താണെങ്കിലും കുറച്ചും കൂടെ നല്ലത് AC തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ജനറൽ ടിക്കറ്റ് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ മാത്രമേ നല്ല തിരക്കുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഏകദേശം നേരത്തെ തലശ്ശേരി വടകര എത്തുമ്പോൾ തിരക്ക്, കണ്ണൂർ എത്തുമ്പോൾ തിരക്കൊന്നും ഇപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. സ്ലീപ്പർ സാധാരണ ഗതി തന്നെ. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ വെയിറ്റ് ടിക്കറ്റ് ഒന്നും അങ്ങനെ കയറുന്നില്ല. ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ ഇതേ മംഗള ലക്ഷദ്വീപിൽ തന്നെ സ്ലീപ്പറിൽ നീലേശ്വരത്ത് നിന്ന് ഡൽഹി വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല. AC ആണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഡൽഹിക്ക് പുറമേ തന്നെ നമ്മുടെ ആഗ്ര താജ്മഹൽ കാണാൻ ആഗ്രയിലേക്കും, അതുപോലെ തന്നെ നമ്മുടെ ഹരിഹർ ഫോർട്ട് കാണാൻ നാസിക്കിലേക്കൊക്കെ പോകണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ മംഗള ലക്ഷദ്വീപ്. സമയം 5:10. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ചിത്തുകളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പാർക്കിംഗ്, പുതിയ പാർക്കിംഗ് ആണ് അവിടെ കാണുന്നത്. നമ്മുടെ ഈ ട്രെയിന് മുന്നിൽ ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് പോകുന്നുണ്ട്. അതിപ്പോൾ നീലേശ്വരം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇതാ ചെറുവത്തൂരിൽ ഇവിടെ നിർത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ നിർത്തി ചെറുവത്തൂർ. റെഡ് സിഗ്നൽ തന്നെയാണ്. നീലേശ്വരം എത്താനായിട്ടാ. സ്ലീപ്പറിലത്തെ ഒരു കാഴ്ച കണ്ട തിരക്കേ ഇല്ല, ശാന്തമായിട്ടാണുള്ളത്. എറണാകുളത്ത് നിന്നും 336 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ നീലേശ്വരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിപ്പം 25 മിനിറ്റ് ഡിലേ ആണ്. 5:05 ഇവിടെ എത്തേണ്ടത്. 5:30 ആയി. അതുപോലെ തന്നെ നീലേശ്വരം
പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ് ഈ ഒരു മംഗള. ഇവിടെ സ്റ്റോപ്പുള്ള ഒറ്റ വണ്ടി ഇതും കൂടിയാണ് കേട്ടോ. നീലേശ്വരത്ത് നിന്ന് ഞങ്ങൾ വന്ന ഈ ഒരു മംഗള എക്സ്പ്രസ് പോവുകയാണ്. ഇനിയൊരു ട്രെയിൻ മഡ്ഗാവ്, രത്നഗിരി, പനവേല്, ഭുസവാല്, ഇത്താർസി, ഭോപ്പാൽ, ആഗ്ര വഴിയാണ് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോവുക. അതുപോലെ തന്നെ ഇത് മറ്റന്നാൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴേ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തുള്ളൂ. ഇനി ഇവിടുന്ന് 2427 കിലോമീറ്റർ ഇതിന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. മംഗള എക്സ്പ്രസ്സും പോയി. അതിങ്ങനെ പോകുന്ന കാണാൻ വല്ലാത്തൊരു ഇതാണല്ലേ. അത് പോയി. നീലേശ്വരം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് 30 കിലോമീറ്ററാണ് ഉള്ളത്. ഞങ്ങളെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ ഞങ്ങളുടെ വണ്ടിയുണ്ട്, അതെടുത്തിട്ട് ഒറ്റ പോക്ക് പോകും. പിന്നെ ഈ ഒരു വണ്ടിയിൽ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അവസ്ഥ അത്ര വലിയ മോശമൊന്നും പറയാനില്ല കേട്ടോ. ഈ എറണാകുളം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് നിന്ന് ഒരുപാട് ആൾക്കാർ കയറി. അവർ കണ്ണൂർ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി. നല്ല മലയാളികളാണ്. പിന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. ചില സമയങ്ങളിൽ ഇതിൽ സ്ലീപ്പറൊക്കെ തിരക്ക് വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ AC സജസ്റ്റ് ചെയ്തത്. ഞങ്ങളുണ്ടല്ലോ 2021 ഈ നീലേശ്വരത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സ്ലീപ്പർ പോയിട്ടുണ്ട്. പിന്നെ 2023 കഴിഞ്ഞ വർഷം ഞങ്ങൾ AC-യിലാണ് പോയത്. അത് ഞങ്ങൾ അതിലൊന്ന് കാഴ്ച കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം തന്നെ നമ്മുടെ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ തന്നെ ഉണ്ടല്ലോ, ആഗ്രയ്ക്ക് പോകുന്ന നമ്മുടെ എന്താ പറയുക സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സ്ലീപ്പർ തന്നെയാണ് പോകുന്നത്. കാരണം ബഡ്ജറ്റായി പോകുന്നവർക്കൊക്കെ സ്ലീപ്പർ തന്നെയാണ് വേർത്ത്. കാരണം എന്താ പറയുക, ഇത് 1000 ആ ഒരു അത്ര റേഞ്ചിൽ ടിക്കറ്റ് വരുള്ളൂ. AC ഒക്കെ എടുക്കുകയാണെങ്കിൽ 2000 മേലെ ഇരട്ടി പൈസ വരുമല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ ബഡ്ജറ്റായിട്ട് ആഗ്രയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡൽഹി ഭാഗത്തൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു പൈസയൊക്കെ ആക്കി പോകുന്നവർക്ക് ഈ സ്ലീപ്പർ മാത്രമേ ആവുള്ളൂ. അപ്പം അത് എടുത്തു പോയി കഴിഞ്ഞാൽ മോശം എന്നല്ല പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഫാമിലിക്ക് ആക്കി പോകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ AC തന്നെ നല്ലത്. നിങ്ങൾ തേർഡ് AC എക്കണോമി പരമാവധി എടുക്കാതിരിക്കുക. കാരണം അതിൻ്റെ ബെർത്തിൻ്റെ ഒക്കെ വീതി വളരെയധികം കുറവാണ്. തേർഡ് AC ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു സംഘടനയിലേക്കും ബൈ.